നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. ഇന്ത്യയിലെ NGOകളുടെയും ചാരിറ്റബിൾ സംഘടനകളുടെയും വിദേശ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ FCRA ഭേദഗതി ബില്ലിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലും വിവിധ കോണുകളിലും വലിയ ചർച്ചകളാണ് നടക്കുന്നത്. വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്ന ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ചാരിറ്റബിൾ സംഘടനകൾ എന്നിവയുടെ ആസ്തികൾ സർക്കാർ പിടിച്ചെടുക്കും എന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങളും വ്യാജ പ്രചരണങ്ങളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഔദ്യോഗിക വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ വിദേശകാര്യ സെക്രട്ടറിയും നിലവിൽ അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡറുമായ വിനയ് മോഹൻ ക്വാത്ര. യഥാർത്ഥത്തിൽ എന്താണ് ഈ പുതിയ ബില്ലിന്റെ ലക്ഷ്യം? പ്രചരിക്കുന്ന വാർത്തകളിലെ വസ്തുത എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം എന്താണ് പ്രചരിക്കുന്ന പ്രധാന ആശങ്ക എന്ന് നോക്കാം. ഈ നിയമം വഴി NGOകൾ, മതപരമായ ചാരിറ്റികൾ, ആരാധനാലയങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവയുടെയെല്ലാം ആസ്തികൾ സർക്കാർ കണ്ടുകെട്ടുമെന്ന തരത്തിലുള്ള മിഥ്യാധാരണകളാണ് പലയിടത്തും പ്രചരിക്കുന്നത്. എന്നാൽ ഇതിന് വിനയ് മോഹൻ ക്വാത്ര നൽകിയ വ്യക്തമായ മറുപടി ഇതാണ്. ഇന്ത്യ എപ്പോഴും ആത്മാർത്ഥമായ അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങളെ സ്വാഗതം ചെയ്യുന്ന രാജ്യമാണ്. അത്തരം സംഭാവനകൾ സുതാര്യമായി സ്വീകരിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും കൃത്യമായ ഒരു നിയമപരമായ ചട്ടം ഇന്ത്യയിലുണ്ട്. ഒരു സംഘടനയുടെ FCRA രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർ അത് തിരികെ നൽകുകയോ ചെയ്യുമ്പോൾ ആ വിദേശ സംഭാവനകളും അതിലൂടെ ഉണ്ടാക്കിയ ആസ്തികളും സംസ്ഥാന സർക്കാർ അധികാരികളിൽ നിക്ഷിപ്തമാകുന്ന വ്യവസ്ഥ 2010 മുതൽ നിലവിലുള്ളതാണ്. അതായത് ഇത് ഇപ്പോൾ പുതിയതായി കൊണ്ടുവന്ന ഒന്നല്ല, വർഷങ്ങളായി നിലനിൽക്കുന്ന നിയമമാണ്. അതേസമയം 2026 പുതിയ ബില്ലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ എന്താണ് ഇപ്പോൾ പുതിയ 2026 ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ പുതിയ ബില്ലിലൂടെ സർക്കാർ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇത്തരം ആസ്തികൾ സുരക്ഷിതമായി സംരക്ഷിക്കുന്നതിനായി ഒരു പ്രത്യേക അധികാരിയെ ചുമതലപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ട രജിസ്ട്രേഷൻ തിരികെ നേടാനുള്ള ഒരു വഴിയും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സംഘടന തങ്ങളുടെ രജിസ്ട്രേഷൻ പിന്നീട് പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ അവരുടെ ആസ്തികളും ഉപയോഗിക്കാത്ത മുഴുവൻ ഫണ്ടുകളും യാതൊരു കുറവുമില്ലാതെ തിരികെ നൽകും. മുൻകാല നിയമങ്ങളിൽ ഇല്ലാത്ത ഈ സുരക്ഷാ വ്യവസ്ഥയാണ് ഇപ്പോൾ പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാന ആശങ്ക ആരാധനാലയങ്ങളുടെ കാര്യത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് ആരാധനാലയങ്ങൾക്ക് അവയുടേതായ പ്രത്യേക സംരക്ഷണം നിയമപരമായി തന്നെ ഉണ്ടെന്നാണ്. ഒരു സംഘടനയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടുകയും ആ സംഘടന ഏതെങ്കിലും ആരാധനാലയവുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ നിർമ്മിച്ചിട്ടുണ്ടാവുകയും ചെയ്താൽ ആ സ്വത്ത് നഷ്ടപ്പെടില്ല. പകരം ആരാധനയുടെ തുടർച്ച ഉറപ്പാക്കുന്നതിനായി അതേ വിശ്വാസത്തിലുള്ള മറ്റൊരു FCRA രജിസ്റ്റർ ചെയ്ത സംഘടനയ്ക്ക് ആ സ്വത്ത് കൈമാറാനാണ് പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഇത് ആരാധനാലയങ്ങളുടെ സുരക്ഷിതത്വത്തിന് പൂർണ്ണ ഉറപ്പ് നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രചരിക്കുന്നത് പോലെ NGOകളുടെ ആസ്തികൾ കണ്ടുകെട്ടാനല്ല, മറിച്ച് വിദേശ ഫണ്ടുകളുടെ ഉപയോഗത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും അസാധുവാകുന്ന സംഘടനകളുടെ ആസ്തികൾ സുരക്ഷിതമായി സംരക്ഷിക്കാനും പിന്നീട് അവ തിരികെ നൽകാനുമുള്ള കൃത്യമായ നിയമപരമായ വ്യവസ്ഥകളാണ് പുതിയ 2026 ബില്ലിൽ ഉള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.